വചനം തിരുവചനം മാനവരക്ഷാവചനം ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, യുവതികളെ, കുട്ടികളെ, പിതാവായ ദൈവം തൻ്റെ പുത്രനെ ജനിക്കാൻ വേണ്ടി ഈ ലോകത്തിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി അന്വേഷിക്കുമ്പോൾ അതിൻ്റെ ക്ഷണം ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്നത് പരിശുദ്ധ കന്യാമറിയത്തിനാണ്. ജോവാക്കിൻ്റെയും അന്നായിയുടെയും മകളായ പരിശുദ്ധ കന്യാമറിയത്തെയാണ് വിളിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ ദൂതൻ വന്നാണ് ആ സന്ദേശം പരിശുദ്ധ അമ്മയ്ക്ക് അറിയിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കല്യാണങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരുപക്ഷെ വല്ല ബ്യൂറോകളോ അല്ലെങ്കിൽ വല്ല ദള്ളാളന്മാരോ ഒക്കെ വന്നായിരിക്കും കാര്യങ്ങൾ അറിയിച്ചത്. പക്ഷേ ഇത് ഒരു പ്രത്യേക ഒരു വ്യക്തിയായതുകൊണ്ട്, മാത്രമല്ല സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ഒരു ബന്ധമായതുകൊണ്ട്, ഉടമ്പടി ഇതായതുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് ഈ കാര്യം അറിയിക്കുകയാണ്. അറിയിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താണ്? എലിസബത്ത് ഗർഭിണിയായി വിവരം കൂടി ഈ ദൂതൻ അറിയിക്കുകയാണ്. ആ എലിസബത്ത് ഗർഭിണിയായ വിവരം, അമ്മായി ആൻറ്റി ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ സന്തോഷത്തോടു കൂടി തനിക്ക് ഉള്ളിൽ ഉദരത്തിൽ ശിശു ഉണ്ടാകാൻ പോകുന്നത് ആ വേദനകളും ആ ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് വളരെയധികം കിലോമീറ്ററുകൾ നടന്ന് എലിസബത്തിനെ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ എലിസബത്ത് പറയുന്ന ഒരു വാക്കാണ് എന്തുണ്ടാകുന്നത്? ഇതാ കർത്താവിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടക്കുന്ന ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടുക. അതാരാണ്? സ്നാപക യോഹന്നാൻ. ഹല്ലേലൂയ. സ്നാപക യോഹൻ. അതുകൊണ്ട് സ്നാപകം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, എനിക്ക് അവനെ അറിയാമായിരുന്നു, പിതാവായ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടക്കുന്ന ശിശു അമ്മ വന്ന് സല്യൂട്ട് ചെയ്യുമ്പോൾ സന്തോഷത്താൽ കുതിച്ചു ചാടുകയാണ്. ആനന്ദത്താൽ മതിപറന്ന് എലിസബത്ത് സന്തോഷത്താൽ കണ്ണുകളിൽ നിന്നും സന്തോഷത്തിൻ്റെ കണ്ണുനീരൊഴുകിയിട്ട് പറയുന്ന വാക്ക് ഇതാണ്: എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാണ്. ഭാഗ്യമാണ്. ഹല്ലേലൂയ. 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 ആദ്യകാലത്ത് തെയോത്തോക്കോസ് 431 കാലഘട്ടത്തിൽ മാതാവിൻ്റെ ദൈവമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കാനായിട്ട് സഭ ആലോചിച്ചപ്പോൾ, അത് പറഞ്ഞപ്പോൾ ഡൊമിനിഷ്യൻസ് പോപ്പ് പറഞ്ഞപ്പോൾ അത് വലിയ കോലാഹലത്തിന് ഇടയാകാനായിട്ട് ഇടവന്നു. പലരും സഭയിൽ അത് പാഷാണ്ഡതകൾ കടന്നു വന്നു. പക്ഷേ സഭ അതിന് മാറിയില്ല. കാരണം ദൈവം തിരഞ്ഞെടുത്തൊരു വ്യക്തി, ദൈവത്തിൻ്റെ ഒരു മകൻ പിറക്കുന്ന വ്യക്തി, അത് ദൈവമാതാവാണെന്ന് നിശ്ചയമായിട്ടും സഭ പറയാനായിട്ട് ഇടവന്നു. അതുകൊണ്ട് ബെനവഞ്ചൂർ വിശുദ്ധൻ പറയുന്ന ഇങ്ങനെയാണ്: ദൈവത്തിന് വേണമെങ്കിൽ ഈ ലോകത്തിലേക്കാളും വലിയൊരു ലോകം സൃഷ്ടിക്കാൻ പറ്റും. പക്ഷേ പരിശുദ്ധ അമ്മയെ അല്ലാതെ മറ്റൊരു വ്യക്തിയെ ഈ ലോകത്തിൽ എടുക്കാനായിട്ട് സാധിക്കില്ല. ഈ ലോകം, കാരണം പ്രപഞ്ച സൃഷ്ടാവായതുകൊണ്ട് ദൈവത്തിനെ സൃഷ്ടിക്കാൻ സാധിക്കും. പക്ഷേ യേശുവിനെ ജനിക്കാനായിട്ട് പരിശുദ്ധ അമ്മയല്ലാതെ ഈ ലോകത്തിൽ നിന്ന് മറ്റൊരു വ്യക്തിയെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കില്ലെന്നുള്ള കാര്യം ബെനവഞ്ചൂർ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നു. ഈ ലോകത്തെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്കാണ്. സകലവിധ ശക്തികളുടെ മേൽ, സകലവിധ നാരിക ശക്തികളുടെ മേൽ അധികാരം ആർക്കാണ് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ പരിശുദ്ധ അമ്മയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ, വേദനകൾ വരുമ്പോൾ എന്തെങ്കിലും പരിശുദ്ധ അമ്മയിൽ ആശ്രയം. 167 പരിശുദ്ധ അമ്മയുടെ സന്ദേശത്തിൻ്റെ പുസ്തകത്തിൽ പ്രധാനമാണ്: ഒന്നിനെക്കുറിച്ചും നീ ഭയപ്പെടേണ്ട. സന്ദേശം നൽകുന്ന ആ സന്യാസിയോട് പറയുന്ന കാര്യമാണ്: ഒന്നിനെക്കുറിച്ചും നീ ആകുലപ്പെടേണ്ട. പറയുങ്ങനെ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നിന്നെ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട എന്ന്? എന്നെ മുറുകെ പിടിക്കുക. ആര് മുറുകെ പിടിക്കണം? പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കണം. ഇവിടെ പറയാം: എൻ്റെ എത്രയും അരുമയായ കുഞ്ഞെ, നിൻ്റെ ദിവസം മുഴുവനും ഞാൻ നിന്നെ നോക്കി പുഞ്ചിരിക്കുന്നു,
എന്ന ചിന്തയിൽ നിറയട്ടെ. അമ്മ എപ്പോഴും നോക്കി നമ്മളെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മുടെ കണ്ണ് എവിടെയാണ്? നമ്മുടെ നോട്ടം എവിടെയാണ്? ലോകദൃഷ്ടിയിലാണ്. ഹല്ലേലൂയ. ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത് ദൈവത്തിന് വസിക്കാനാണ്, ദൈവത്തിന് മാത്രം വസിക്കാനല്ല. അവിടെ അച്ഛന് താമസിക്കാനുള്ള സ്ഥലം മാത്രമല്ല, ആ സ്ഥലം എന്ന് പറയുന്നത് അനേകർ വന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു സ്ഥലമാണ്. ഹല്ലേലൂയ. പള്ളിയിലേക്ക് ആളുകൾ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം എവിടെ ഇരിക്കുന്നത്? ദൈവം ഇരിക്കുന്നത് പള്ളിയിലിരിക്കുന്നത്. ഹല്ലേലൂയ. പള്ളിയിൽ വരും. പള്ളിയുടെ ചുറ്റുപാടുള്ള കളിയും കാര്യങ്ങളൊക്കെ നടത്തും. വിദേശത്താണെങ്കിൽ ബാറ് വരെയുണ്ടാവും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ചെസ്സ് കളിക്കുന്നവർ, പാമ്പ് കളിക്കുന്നവർ, അല്ലെങ്കിൽ ചീട്ട് കളിക്കുന്നവർ, അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞിരിക്കുന്നവർ, എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്ന ഒരു സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ എവിടെയായിരിക്കും? പള്ളി പരിസര ചുറ്റുപാടായിരിക്കും. അതുകൊണ്ട് നമുക്കറിയാം ഓക്കിയുടെ സമയത്ത് അല്ലേ, ഓക്കിയുടെ സമയത്ത് എന്താ ഉണ്ട്? തമിഴ്നാട്ടിലെ വേളാങ്കണ്ണി പള്ളിയുടെ ചുറ്റുപാടുള്ള സ്ഥാനങ്ങളെല്ലാം കർത്താവ് ക്ലീൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളപ്പൊക്കം ഒഴുകി. കാരണം എന്താ? ഇരിക്കേണ്ട സ്ഥലത്തല്ല ആളുകൾ ഇരിക്കുന്നത്, ഇരിക്കേണ്ടാത്ത സ്ഥലത്താണ് ആളുകൾ ഇരിക്കുന്നത്. കാരണം എന്താ? പള്ളിയാണെങ്കിൽ കച്ചവടം ഉണ്ടാവും, അതിൻ്റെ ചുറ്റുപാട് പെട്ടിക്കടയുണ്ടാവും, മുറുക്കാൻ കടയുണ്ടാവും, അല്ലെങ്കിൽ ഉഴുന്ന് വെക്കുന്ന കടയുണ്ടാവും, അതുപോലെ തന്നെ തത്തയെടുക്കുന്നവരുണ്ടാവും, കൈ നോക്കുന്നവരുണ്ടാവും, മന്ത്രവാദം, എല്ലാ വിധത്തിലും. കാരണം എന്താ? ജനം എവിടെ ഓടിക്കൂടുന്നു അവിടെയായിരിക്കും കച്ചവടക്കാരെല്ലാം വന്നുകൊണ്ട്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് മനസ്സിലായി ഒരു കാര്യം പഠിപ്പിക്കണം. കാരണം എന്താ? ദേവാലയത്തിൽ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളും അന്ന് മരിക്കാനായിട്ട് ഇടവന്നു. പക്ഷേ ദേവാലയത്തിന് പുറത്ത് കച്ചവടം ചെയ്തുകൊണ്ടിരുന്നവരും പള്ളിയിലാണ് തീർത്ഥാടനത്തെ വന്നിട്ട് ബീച്ചിൽ പോയവയല്ലാതെ വെള്ളപ്പൊക്കത്തിലൂടെ ഒഴുകിപ്പോയി. ഹല്ലേലൂയ. തുടർന്ന് വരുന്ന ഭാഗത്ത് പറയുന്ന ഇപ്രകാരമാണ്: ഇങ്ങനെയാണ് നീ ചിന്തിക്കേണ്ടത്, ഞാൻ തന്നെയാണ് നിൻ്റെ ഭാവിയെ നിയന്ത്രിക്കുന്നത്. എന്താ പറയാം? നീ വന്നതിന് ഞാൻ നന്ദി പറയാം. നമ്മളെല്ലാം പള്ളി ചെല്ലുന്നതിന് പരിശുദ്ധ അമ്മ പറയാണ്, ഞാൻ നിന്നോട് നന്ദി പറയാണ്. കാരണം എന്താ? നീ എൻ്റെ അടുത്ത് വന്നുവല്ലോ, നീ എൻ്റെ മകൻ്റെ അടുത്ത് വന്നുവല്ലോ. അപ്പോൾ അവരാഗ്രഹിക്കുന്നത് ആരുടെ സാമീപ്യമാണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെ സാമീപ്യം. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു, ആ ചേച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ചേച്ചിക്ക് ശരീരത്തിൽ മാരകമായ ഒരു രോഗം ഉണ്ടായിരുന്നു, സോറിയാസിസ് രോഗം. എനിക്കറിയാവുന്നൊരു കുടുംബം, ചേട്ടനെയും ചേച്ചിയെയും മക്കളെയും പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന, പള്ളിയിലെ കൈക്കാരനും മറ്റും ഇത് അല്ലേലിയാം. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി പല സ്ഥലത്ത് ഓടിയാണ് ഇവിടെ, പോയിക്കോ, എവിടെ വേണമെങ്കിലും പോയിക്കോ, പക്ഷേ സ്ഥിരമായിട്ട് എല്ലാ മാസവും 2 ദിവസം ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ചേച്ചിയുടെ രോഗം മാറും. കാരണം എന്താ? എൻ്റെ രോഗം മാറിയത് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ്. നമ്മളെല്ലാവരും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരാ, ശുശ്രൂഷ വന്ന് കൂടുന്നവരാ, അല്ലേലിയാ. പക്ഷെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാണ്. പള്ളിയിൽ പോയി കുർബാന കാണാൻ നമ്മൾക്ക് എല്ലാവരും തയ്യാറാണ്, അല്ലേ? കുർബാന കഴിഞ്ഞ് 1 മണിക്കൂറൊന്നും ഇരിക്കാൻ തയ്യാറല്ല. കർത്താവ് ആഗ്രഹിക്കുന്ന, കർത്താവ് പറയാം, മാതാവ് പറയാം, നീ വന്നതിന് ഞാൻ നിനക്ക് നന്ദി പറയാണ്. അപ്പോൾ കർത്താവ് നമ്മൾ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുക എന്നുള്ളത്. ആ ചേച്ചി ഇവിടെ വന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യും, മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ പറഞ്ഞു. മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവർക്ക് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്ത് കാര്യമാണെന്ന് പറയുമ്പോൾ, കർത്താവ് ചെയ്ത പ്രവൃത്തിയാണ് മധ്യസ്ഥം. ആർക്ക് വേണ്ടി? ലോകത്തിന് വേണ്ടി. പരിശുദ്ധമ ചെയ്ത ഒരു ജോലിയാണ് മധ്യസ്ഥം. എന്തിനു വേണ്ടി? ലോകത്തിന് വേണ്ടി. ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്താനുള്ള ആഗ്രഹമുള്ളവർ ഈ ലോകത്തിൽ കുറവാണ്. അതുകൊണ്ടാണ് ഇന്ന് കുടുംബങ്ങളും കുടുംബജീവിതങ്ങളും തകരുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ എത്രയോ ആൾക്കാർ വന്നിട്ടുണ്ടല്ലേ? നിങ്ങളെ സല്യൂട്ട് ചെയ്താണ് പറഞ്ഞാണ്, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ടാവും, ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ടാവും, ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞിട്ടുണ്ടാവും. ഈശോമിശിഹായ്ക്ക് സ്തുതി എന്ന് പറയാൻ സാധ്യതയില്ല. കാരണം എന്താ? എല്ലാവരും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. ഹല്ലേലൂയ. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ വിദേശത്ത് പോയവരാണ് ഹായ് ഹൂ എന്നൊക്കെയും പറയും. കണ്ടുകഴിഞ്ഞാൽ കുട്ടികളാരും വയറ്റിൽ ചാടുകയോ പുറത്തിരിക്കുന്ന കുട്ടികൾ സ്തുതിക്കുകയോ ചെയ്തിട്ടില്ല. ഉണ്ടോ? ഇല്ലല്ലോ. കാരണം എന്താ? ഇത് 2 ദൈവത്തിൻ്റെ ദാസിമാരുടെ സംഭാഷണമാണ് കാണുന്നത്. പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ 2 വ്യക്തികളുടെ കൂട്ടായ്മയാണ് കാണുന്നത്.
ആ കൂട്ടായ്മയിലാണ് പരിശുദ്ധാത്മാവ് ജ്വലിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, ഒപ്പം ഒരു ശക്തിയുമാണ്. അപ്പോൾ രണ്ട് വ്യക്തികൾ, പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ കടന്നു വന്നപ്പോൾ ആ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് ചലിക്കാനായിട്ട് തുടങ്ങി. അല്ലേലിയ, അത് കുതിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടായ്മയിലേക്കാണ് നമ്മൾ ചേരേണ്ടത്. ഈശോപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ മദ്യപന്മാരോടൊത്ത് ഇരിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യരുത്. നമ്മൾ ചോദിക്കുന്നൊരു കാര്യമുണ്ട് ഇല്ലേ, എന്താ കുഴപ്പമൊന്നും ചോദിക്കും ഇല്ലേ, എല്ലാവരും ചോദിക്കുന്നതാണ്. മദ്യപന്മാരോടൊത്ത് ഇരിക്കരുതെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ടുവരും അല്ലേ. വീട്ടിൽ ചേട്ടനും ചേച്ചിയും പിള്ളേരും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ്റെ അടുത്ത് എന്തുണ്ടാവും? ചേട്ടൻ്റെ അടുത്ത് എന്തുണ്ടാവും? മദ്യം ഉണ്ടാവും അല്ലേ, ഉണ്ടാവും. കഴിക്കാത്തവരുണ്ട്, അല്ലെങ്കിൽ രഹസ്യത്തിൽ കഴിക്കുന്നവരുണ്ട്. ഈ വചനം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചേച്ചിയോ മക്കളോ എഴുന്നേറ്റ് കൊണ്ടുവരും. അല്ലേലിയ, അല്ലേലിയ. ചേട്ടൻ സമ്മതിക്കോ? അല്ലേലിയ. ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ തടസ്സപ്പെടുത്തുന്ന ആത്മീയ മേഖല ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈശോ അവിടെ പറയുന്നത്. മദ്യപന്മാരോട് കൂടെ നീ കൂടുകയോ അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയോ അരുത്, നിൻ്റെ ആത്മീയ ജീവൻ നഷ്ടപ്പെടും. ഒരു അപകടകരമായ കാര്യം അവിടെ പറഞ്ഞു വെച്ചിരിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ട്രാൻസ്ഫോമറിനെ പിടിക്കാത്തത്? ഷോക്ക് അടിക്കുന്നത് നമുക്ക് ഉറപ്പുള്ളൂ. മാത്രമല്ല അതിൻ്റെ മുമ്പിൽ കൃത്യമായിട്ട് എല്ലും തലോട്ടിയും വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതുമ തൊട്ട നിൻ്റെ അവസ്ഥ ഇതായിരിക്കും, ഇതുമ തൊട്ട നിൻ്റെ അവസ്ഥ ഇതായിരിക്കും. അല്ലേലിയ. ആ നമുക്ക് പിള്ളേർ പോവുകയാണെങ്കിൽ പിടിച്ചു നിർത്തും. കാരണം എന്താ? ആ കൊച്ചിൻ്റെ ജീവൻ അപകടത്തിലാവും. കാരണം അത് ഇപ്പം നമുക്കറിയാം, കമ്പി വേലിയിട്ട് മെറ്റലിട്ട് നെറ്റ് കെട്ടി ആരും കയറാത്ത വിധത്തിലാണ് ആ ട്രാൻസ്ഫോമർ മനുഷ്യ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നത് അല്ലേ, മാറ്റി നിർത്തിയിരിക്കുന്നത് അല്ലേലിയ. അതിന് ചുമന്ന പെയിൻ്റ് അടിച്ച് അല്ലെങ്കിൽ ചുമന്ന അക്ഷരത്തിൽ എഴുതി കാണിക്കുന്നതിന് കാരണം അത് ജീവിതത്തിന് അപകടകരമാണ്. മദ്യക്കുപ്പിയുമേ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ജീവിതത്തിന് ഹാനികരം. അത് വായിച്ചുകൊണ്ടാണ് എല്ലാവരും കുടിക്കുന്നത് അല്ലേലിയ. മദ്യപാനം ഈ ജീവിതത്തിന് ഹാനികരമാണെന്നുള്ള ബോർഡ് അവിടെ എഴുതി വെച്ചിട്ട് അത് കുടിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ട്രാൻസ്ഫോമർ കയറി പിടിക്കുന്നില്ല? എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഒന്ന് പിടിച്ചു നോക്കാമല്ലോ. അത് അപകടകരമാണെന്ന് നമുക്ക് അറിയാം. എന്തുകൊണ്ട് മദ്യപാനം അപകടകരമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല? അല്ലേ, ക്രിസ്മസിന് 1 ഔൺസ് കളിക്കും ചേട്ടൻ, 1 ഔൺസ് കഴിക്കുള്ളൂ, ചേട്ടൻ 2 ഔൺസ് കഴിക്കും. ചേച്ചിമാർ കൂടുമ്പോൾ പറയുന്നതാണ്, എൻ്റെ ചേട്ടൻ നന്നായിട്ട് കുടിക്കും. ആദ്യമൊക്കെ നന്നായിട്ട് പറയും, പിന്നെന്താവും? സങ്കടവും. സന്തോഷമല്ല, സങ്കടമായിട്ട് പറയും. ഒരു വ്യക്തി മദ്യപാനത്തിലേക്കോ അതോടനുബന്ധിച്ചുള്ള ബന്ധങ്ങളിലേക്ക് പോയോ അവൻ്റെ ആത്മീയ ജീവൻ എന്നേക്കുമായി നഷ്ടപ്പെടും. അല്ലേലിയ, അല്ലേലിയ. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. ഈ കാലഘട്ടത്തിൽ നമ്മളെ നശിപ്പിക്കുന്ന 3 കാര്യങ്ങളെക്കുറിച്ചാണ് ലൂക്കാസ് സുവിശേഷകൻ 21-ാം അധ്യായം 34 മുതലുള്ള വാക്യത്തിൽ. സുഖലോലുപത ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങളെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ പിശാച് വശീകരിക്കുന്ന ഒരു സംഭവമാണ് സുഖലോലുപത. സുഖലോലുപത പാപമാണെന്ന് വെച്ചാൽ അത് പാപമാണ്, പാപമാണ്. അല്ലേലിയ, അല്ലേലിയ. സുഖലോലുപതയിലേക്ക് പോകുമ്പോൾ തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ പറയാണ്, സുഖലോലുപതയിലേക്ക് പോകുന്നൊരു വ്യക്തിയുടെ ആത്മാവ് അതിനാൽ തന്നെ മരിച്ചു കഴിഞ്ഞു. അല്ലേലിയ, അല്ലേലിയ. അതുകൊണ്ട് സുഖലോലുപ. രണ്ടാമത്തെ ജീവിത വ്യഗ്രത, മദ്യാസക്തി. ഇന്ന് വീട്ടിൽ കുട്ടികൾക്ക് പോലും കൊടുക്കുന്ന, അല്ലെങ്കിൽ ഹോട്ടലുകളിൽ ചെന്നാൽ, റെസ്റ്റോറൻറ്റുകളിൽ ചെന്നാൽ, വലിയ വലിയ ഹോട്ടലിൽ ചെന്നാൽ ആദ്യം നമുക്ക് കൊണ്ടുവരുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒന്നെങ്കിൽ വൈൻ അല്ലെങ്കിൽ ബീറ്, എന്താ ഭക്ഷണം കഴിച്ചാൽ ദഹിക്കാൻ. വീട്ടിൽ വിറന്ന് പോകുന്ന ചാമ്പയ്ക്കയും വിറന്ന് പോകുന്ന എന്താ ഈ നെല്ലിക്കയും അല്ലെങ്കിൽ ജാതിക്കയും എടുത്തിട്ട് അത്
പഞ്ചസാര ഇട്ട് കെട്ടിവെച്ച് പിള്ളേർക്ക് കൊടുക്കും. നമ്മൾ പറയുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? കർത്താവ് വീഞ്ഞിനെയാണ് അല്ലേ, വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയെന്നല്ല, അത് ജ്യൂസായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് അത് എഴുതി വന്നപ്പോൾ വീഞ്ഞെന്ന് വന്നു. പക്ഷേ ഇത് ഒക്ടോബർ നവംബർ മാസത്തിലാണ് ഈ യേശു പങ്കെടുത്ത കല്യാണം നടക്കുന്നത്. ഈ പലസ്തീന ജെറുസലേം നാടുകളിൽ അവർ മുന്തിരിപ്പഴം ശേഖരിക്കുന്ന ഒരു കാലഘട്ടം ഏതാണെന്ന് വെച്ചാൽ ആ കാലഘട്ടം ഈ ഒക്ടോബർ നവംബർ മാസമാണ്. അതുകൊണ്ട് പറയുന്നത് ഈശോ പങ്കെടുത്ത ആ അതിൽ കൊടുത്ത വീഞ്ഞല്ല, അത് മുന്തിരി ജ്യൂസ് അടിച്ചാണ് കൊടുക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്, കല്യാണങ്ങളൊക്കെ വരുമ്പോൾ എന്നാൽ ജ്യൂസ് അടിച്ചു കൊടുക്കും അല്ലേ, ചെല്ലുമ്പോൾ തന്നെ ജ്യൂസ് കൊടുക്കും. അതുപോലെ ഈ ജ്യൂസ് അവരുടെ വീടുകളിൽ കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പറയുന്നൊരു കാര്യം, കർത്താവ് വെള്ളം വീഞ്ഞാക്കി കുടിക്കാൻ പറഞ്ഞു. കർത്താവ് ഇങ്ങനെ കാണിക്കും, 2.5 കുപ്പി വരെ കഴിക്കാം. കാരണം കുരിശിൽ കിടക്കുമ്പോൾ കൈ ഇങ്ങനെ ആയിപ്പോയി, വേദന കൊണ്ട് കിടന്നതാണ്. പക്ഷെ ചേട്ടന്മാർ വ്യാഖ്യാനിക്കുന്നത് കർത്താവ് 2.5 കുപ്പി വരെ കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്, പിന്നെ കഴിക്കരുത്. എന്തെല്ലാം ഇൻ്റർപ്രിട്ടേഷനാണെന്നറിയാം, എന്തെല്ലാം ഇൻ്റർപ്രിട്ടേഷൻ അല്ലേലിയാം. അതുകൊണ്ട് ബൈബിൾ ഞാൻ വായിച്ച ബൈബിൾ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. അത് വീഞ്ഞ് ജ്യൂസ് അടിച്ച് കൊടുത്തതാണ്. അത് വീഞ്ഞെന്ന് പറഞ്ഞത് അത്രയും ടേസ്റ്റില്ല. പക്ഷേ നമുക്ക് വീഞ്ഞിനാണോ കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത്, അത് ജ്യൂസിനാണോ? ജ്യൂസിനല്ലേ, ജ്യൂസിനാണ്. അതുകൊണ്ട് പറയുന്നത് ബൈബിൾ ആണ്, ആ ജ്യൂസാണ് അവർ കൊടുത്തത് യഹൂദന്മാർ അല്ലേലിയാ. മറ്റുള്ള കല്യാണങ്ങൾക്ക് ചില വീഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈശോ കാണിച്ചു തന്നത് ഒരു വലിയ അത്ഭുതമാണ് കാണിച്ചത്. കാരണം വെള്ളത്തിൽ ഈശോ പ്രാർത്ഥിച്ചപ്പോൾ അതിനെ ഒരു വീഞ്ഞായിട്ട് അല്ലെങ്കിൽ ജ്യൂസായിട്ട് മാറ്റാനുള്ള ശക്തി പോലും ദൈവമായ കർത്താവ് ആർക്ക് കൊടുത്തിട്ടുണ്ട്? ഈശോയ്ക്ക് ഉണ്ടായിരുന്നു. ഒരു അത്ഭുതം കാണിക്കാൻ വേണ്ടി ചെയ്ത്. പക്ഷെ എല്ലാവരും അത്ഭുതമല്ല നോക്കിയത്, എല്ലാവരും വീഞ്ഞാണ് നോക്കിയത്. നമ്മുടെ ചേട്ടന്മാരുടെ കണ്ണു ഇത് വീഞ്ഞിലേക്കാണ്. ഇന്ന് ചേട്ടന്മാരുടെ കണ്ണുമാര അമ്മച്ചിമാരുടെ കണ്ണു പോകുന്നു വീഞ്ഞിലേക്കാണ്. കാരണം പിള്ളേർക്ക് ദഹിക്കണമെങ്കിൽ വീഞ്ഞില്ലാതെ പറ്റില്ല അല്ലേലിയ. ഈ കഴിഞ്ഞ 24-ാം തീയതി വൈകിട്ടൊരു സഹോദരൻ ഇവിടെ വരുന്ന സഹോദരനെ വിളിച്ചു ചോദിച്ചു, അച്ഛാ പിള്ളേർക്ക് വീഞ്ഞ് കൊടുക്കാമോ? ഞാൻ പറഞ്ഞു വീഞ്ഞ് കൊടുക്കണം, കുഴപ്പമില്ല, പക്ഷെ ആത്മാവിനെ എത്തില്ല. എവിടെയാണ് കിടക്കുന്നത്? മിക്ക പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-11 വീഞ്ഞിനെയോ വീര്യമുള്ള പാനീയങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനായിരിക്കും ഈ ജനത്തിനിണങ്ങിയ പ്രവാചകൻ. വീണ്ടും പറയുന്നു, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ തിരുലിഖിതം എന്താണ്? അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും, കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റോ ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കത്തില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. പരിശുദ്ധാത്മാവിന് വീഞ്ഞ് കുടിക്കാൻ പറ്റുമോ? വീഞ്ഞ് കുടിച്ച കുഴപ്പമില്ല. പക്ഷെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ മറ്റൊരാൾ വന്ന് സല്യൂട്ട് ചെയ്യുമ്പോൾ കൊച്ചു ചാടില്ല. കാരണം എന്താ? അമ്മ കുടിക്കുന്നുണ്ടാവും. കൊച്ച് ആനന്ദത്താൽ മതി പറഞ്ഞ് ആഹ്ലാദിക്കണമെങ്കിൽ എന്തുണ്ടാവും? അത് സല്യൂട്ട്. ഒരു വചനം പറയുമ്പോൾ അവനിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിറയും. ഇപ്പോൾ പല അമ്മമാരും ചെയ്യുന്ന കാര്യമാണ്, കുട്ടികൾ ഗർഭാവസ്ഥയിലായിരിക്കും, എന്താണെന്നറിയാം, വചനം പഠിക്കുന്നു. വചനം പഠിച്ചാൽ ആർക്ക് കിട്ടുന്നത്? കുഞ്ഞിന് കിട്ടും. ഇപ്പം ജനിച്ച് വീഴുന്ന കൊച്ച് നമ്മൾ പല കണ്ടിട്ടുണ്ട്, ബൈബിള് കാണാതെ പറയുന്നു. കാരണം എന്താ? അമ്മ ഭക്ഷണമല്ല കഴിച്ചത്, വചന കഴിച്ചത്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന പിള്ളേർ ഭക്ഷണം പോലെ ഇരിക്കും. അമ്മ നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, നന്നായിട്ട് ചേട്ടനോടൊപ്പം ബീറും വീഞ്ഞൊക്കെയും കുടിക്കുന്ന കുട്ടികളെ അമ്മയാണെങ്കിൽ അങ്ങനെയുണ്ട് കേട്ടോ. നിങ്ങളില്ലാതെന്ന് പറയേണ്ട. ഒരു കൊച്ചിനെ അവിടെ കൊണ്ടുവന്നു കാണാൻ വേണ്ടി. പെൺകൊച്ചാണ്, 12-ാം ക്ലാസ് പഠിക്കുകയാണ്. അപ്പനും അമ്മയും ഒരു ദിവസം നോക്കുമ്പോൾ രാവിലെ മകൾ എഴുന്നേറ്റില്ല. മകളുടെ മുറി തുറന്ന് നോക്കുമ്പോൾ എന്താണെന്നറിയുമോ? കട്ടിൽമ ഫ്രണ്ട് കിടക്കുക. ഒരു വിജാതീയനായ പയ്യൻ ഈ മകളുടെ കട്ടിൽ, 2 കിടന്നുറങ്ങുക. മകൾ അന്ന് വരെ ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല, അവൾ കിച്ചണിൽ കയറിയിട്ടില്ല. അന്ന് രാത്രി അവൻ പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ
ഇവള് ഫ്രീസർ എടുത്ത് തുറന്ന് അതിൽ നിന്ന് ഇറച്ചിയും മീനൊക്കെ എടുത്ത് അതൊക്കെ നല്ല ടേസ്റ്റിലുണ്ടാക്കി ഇവന് കൊടുത്തു. ഇവൻ കഴിച്ചിട്ട് രണ്ടാളും മുറിക്കണം. അന്ന് അവർക്ക് മനസ്സിലായി എന്താണെന്നറിയാമോ, ഞങ്ങളുടെ കുടുംബം തകർന്നു. അവർ ജനപ്രകാശം പത്രം എടുത്ത് നോക്കി. ആ പ്രകാശം പത്രത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി, നമ്മൾ ഗിഫ്റ്റഡ് കൗൺസിലിംഗ് ചെയ്യുന്നുള്ളൊരു ഇത് ഉണ്ടായി. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടായി. അവർ ഓഫീസിലേക്ക് വിളിച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് 60 കിലോമീറ്റർ അകലുള്ള സ്ഥലത്ത് നിന്നിട്ട് അവരെന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അവിടെ ഇല്ല, ഇവിടെയാണെന്ന്. ഇവിടെ കൊണ്ടുവന്ന് കൊച്ചിനെ കണ്ട് ഞാനൊരു ബൈബിൾ കൊടുത്തിട്ട് പറഞ്ഞു മത്തായിയുടെ സുവിശേഷം എടുക്കാൻ പറഞ്ഞു. കൊച്ചെന്ത് ചെയ്തെന്ന് പറയുമ്പോൾ എന്ത് ചെയ്തത്, ഉൽപ്പത്തി എടുത്തു. ഞാൻ കൊച്ചിനോട് ചെയ്തു, എന്താ മോളെ, കൊച്ച് ICSE സ്കൂളിലാണ് പഠിക്കുന്നത്, ICSE കേന്ദ്ര സിലബസാണ് പഠിക്കുന്നത്. കൊച്ച് അപ്പനോട് പറഞ്ഞു ഒരു ബൈബിൾ മേടിച്ച് തരാമോ എന്ന്. അന്ന് 100 രൂപയുള്ളൂ. അപ്പം പറഞ്ഞു നെറ്റെടുത്ത് പഠിക്കാൻ പറഞ്ഞു. നെറ്റെടുത്ത് ബൈബിള് പഠിക്കാൻ പറഞ്ഞു. ഈ കൊച്ചു പറഞ്ഞു എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. കാരണം അപ്പനും അമ്മയും ഞങ്ങൾ 3 മക്കളിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പനും അമ്മയും മദ്യം ഗ്ലാസ്സിലൊഴിച്ച് ചിയേഴ്സ് പറഞ്ഞ് കുടിക്കുക വെച്ചാൽ ചിയേഴ്സ് പറഞ്ഞ് കുടിക്കും. പാവാണോ? എന്നിട്ട് ഈ കൊച്ചു പറഞ്ഞു ഞാനിത് പറഞ്ഞു എന്ന് അപ്പം പുറത്തൊരു പറയരുത്, ഞങ്ങൾ കൊല്ലും വെച്ചാ കൊല്ലും. 3 പെൺപിള്ളേരുടെ മുമ്പിലിരുന്ന് ഈ അമ്മയും ഈ ഭർത്താവും ഭാര്യയും കൂടി ചിയേഴ്സ് പറഞ്ഞ് കുടിക്കുന്നു. ചേട്ടനെ കണ്ടു. ചേട്ടൻ ഒരു മിലിറ്ററിക്കാരനാവും. എന്തുണ്ടാവും? കൊണ്ടുവരും, മിലിറ്ററിയിൽ നിന്ന് സാധനം കൊണ്ടുവരും. ഞാൻ പറഞ്ഞു ചേട്ടാ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് ചേട്ടാ ഇന്നൊരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചു. ഈ മേശപ്പുറമല്ല ചോദിക്കുന്നത്, ചേട്ടൻ്റെ മുറിയിൽ എത്ര കുപ്പി ഇരിപ്പുണ്ടെന്ന് ചോദിച്ചു. ചേട്ടൻ ചോദിച്ചു എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നു, ഉണ്ടോ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. വാച്ച ഞാൻ പറഞ്ഞു കൊച്ചിനെ കണ്ടപ്പോൾ കൊച്ചും പറഞ്ഞു നിങ്ങൾ മേശമേലിരുന്ന് ഒന്നിച്ച് മദ്യം കഴിക്കുമെന്ന്, നിങ്ങൾ 3 ആളും ഈ കൊച്ചങ്ങൾക്ക് കൊടുക്കാതെ നിങ്ങൾ 2 ആളും കഴിക്കുമെന്ന്. ആ സഹോദരൻ പറയാ അച്ഛനിത് അറിഞ്ഞു എന്ന് എൻ്റെ വികാരിയച്ഛനെ വിളിച്ച് പറയരുത്. ഞാൻ ചെയ്തത് ഞാൻ പള്ളിയിലെ ഓൾ ഇൻ ഓളാ. അച്ഛൻ കണ്ടുമുട്ടുമ്പോഴും പറയരുത് അച്ഛാ, ഇതൊരു കുമ്പസാര രഹസ്യമായിട്ട് അച്ഛൻ സൂക്ഷിക്കണം. മാത്രമല്ല ഈ കൊച്ചിൻ്റെ സംഭവം കുമ്പസാര രഹസ്യം പോലെ സൂക്ഷിക്കണം. എവിടെ പോയി? മാതാപിതാക്കന്മാരുടെ ദുർമാതൃക മക്കളുടെ വഴി തെറ്റിച്ചു. ആ കൊച്ച് അതിൽ നിന്ന് വേറൊന്നും ഇതില്ല. അവനൊരു ഫ്രണ്ടാണ്. നമുക്കറിയാം കുട്ടികൾ ഫ്രണ്ട്സായിട്ട് ജീവിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് ജീവിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. ഒരു തെറ്റിലും പെടാതെ, പക്ഷേ തെറ്റിൽ പെടുന്നവരുണ്ട്. പക്ഷേ മകളുടെ മുറിയിൽ മകളുടെ ബെഡിൽ ഒരു പയ്യൻ വന്ന് കിടന്നാൽ അപ്പോൾ മുറി തുറന്നു കൊടുക്കാതെ ഒരാൾക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ സാത്താൻ എവിടെയുണ്ട്? മുറിക്കുള്ളിലതാ മദ്യപാനാണ്. ആരുടെ മുറിയിലാണ്? അപ്പൻ്റെ മുറിയിൽ ശേഖരിച്ച് വെച്ച മദ്യപാന കുപ്പികളാണ്. ഞാനൊരു സ്ഥലത്ത് ഇടവകയിലിരിക്കുമ്പോൾ നമ്മുടെ ഒരു വീട്ടിൽ ആളുകൾ വന്ന് കയറിപ്പോന്നു. ആ വീട്ടുകാരെ അവിടെ ഇല്ല. വീട്ടുകാർ ഹോസ്പിറ്റലിൽ പോയിരിക്കുക, ഞങ്ങൾക്കറിയാം. അപ്പോൾ ഇങ്ങനെ ആളുകൾ വന്ന് പോവാണ്. അപ്പോൾ നമുക്കൊരു ഇത് എന്താ അവിടെ പോയി. ആദ്യത്തെ ദിവസം നോക്കിയില്ല, 2ാമത്തെ ദിവസം നോക്കിയില്ല, 3ാമത്തെ ദിവസം ബൈക്ക് വരുന്നു, കയറി. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവരുടെ ഡൈനിങ് ടേബിളിൽ വിവിധ മതക്കാരിരുന്ന് മദ്യം കഴിക്കുന്നു. ഞാൻ പറഞ്ഞു ഇവിടെ നമുക്കൊരു മതസൗഹാർദ്ദ സമ്മേളനം നടത്താം. ക്രിസ്ത്യാനിയുണ്ട്, ക്രിസ്ത്യാനിയുടെ വീടാണ്. ക്രിസ്ത്യാനി ഒരു ചാനലിൻ്റെ നേതാവുമാണ്. അവൻ എന്നെ കണ്ടപ്പോൾ ബാക്കിലേക്ക് ഓടി. കാരണം ഇടവക വികാരിയാണ്, തൊണ്ടി സഹിതം പിടിക്കും. അടുത്തത് ഒരു ഹിന്ദു ആയിരുന്നു. അവൻ കണ്ടപ്പോൾ എന്നെ എഴുന്നേറ്റ്. അടുത്തൊരു മുസൽമാനായിരുന്നു. അവർ പറഞ്ഞു അച്ഛാ ചെയ്ത തെറ്റാണ്, ഫോട്ടോ എടുക്കരുത്. അച്ഛൻ ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കരുത്. ഫോട്ടോ എടുത്ത് അച്ഛനത് ചാനലിൽ കൊടുത്താൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൊടുത്താൽ ഞങ്ങൾക്ക് മാത്രമല്ല ഇവിടുന്ന് ഇറങ്ങിപ്പോയി ചേട്ടൻ്റെ പണിയും കൂടി പോകും. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഒരച്ഛനാണ് കഴിക്കുന്നെങ്കിലോ
ഈ ചാനൽക്കാരെ ഇത് പ്രചരിപ്പിക്കും. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ പോകുന്നില്ല എന്നുണ്ട് കാണുന്നു, അച്ഛാ എൻ്റെ ജോലിയെ അച്ഛൻ നശിപ്പിക്കരുത്. ഞാൻ പറഞ്ഞു, ഇനി മേലാൽ ഈ വീട്ടിൽ ഈ സംഭവം പാടില്ല. ഇതവണ എത്രയോ കോടി രൂപയാണ് ഈ ന്യൂ ഇയറിന് വിറ്റിരിക്കുന്നത്, അല്ലേ? ആണോ? മദ്യപാനം വലിയ പാവ. മദ്യപാനം മൂലമാണ് അനേകം അപകടങ്ങൾ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ഒരു ഈ തവണത്തെ സണ്ടശാലം ഒന്ന് വായിക്കണം. അതിൻ്റെ ന്യൂ ഇയറിൻ്റെ സമ്മാനമായിട്ട് തന്നിരിക്കുന്ന ഒരു സന്ദേശം ആരാണെന്ന് വെച്ചാൽ തൂങ്കുഴി പിതാവ്, നമ്മുടെ തൃശ്ശൂർ അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പായിരുന്ന ജേക്കബ് തൂങ്കുഴി പിതാവ്. ആ പിതാവ് ഒരു സന്ദേശം അതിൽ പറയുന്നുണ്ട്. ആ സന്ദേശം ഇതാണ്: പിതാവ് വർഷങ്ങൾക്ക് മുമ്പ് മിലാനിൽ അംബ്രോസ് പിതാവിൻ്റെ ഒരു ബസിലിക്കയുണ്ട്, കാണാൻ പോയി. ബസിലിക്ക കണ്ടു കഴിഞ്ഞപ്പോൾ ആ ബസിലിക്ക കയറുന്നതിന് മുമ്പ് അവിടെ 4-ാം നൂറ്റാണ്ടിൽ കിടക്കുന്ന ഒരു ബെഞ്ചിൽ പോയി ഇരുന്നു അവർ. മറ്റെല്ലാ ബെഞ്ചുകളും മനോഹരമാണ്, ഈ ബെഞ്ചിന് വലിയ മനോഹരതയില്ല, പക്ഷേ അതിന് വലിയ ഒരു പാരമ്പര്യമുണ്ട്. പാരമ്പര്യം ഇതാണ്: അതൊരു കുടുംബത്തിൽ ഒരു മകള് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവ് നിരീശ്വരവാദിയായിരുന്നു, മദ്യപാനത്തിന് മയക്കുമരുന്നിന് അടിമയായ വ്യക്തിയായിരുന്നു. അങ്ങനെ ഇവിടെ ദാമ്പത്യ ജീവിതം തുടങ്ങി. ആ ജീവിതത്തിൽ ജനിച്ച പിള്ളേർ, ആദ്യത്തെ പയ്യൻ ഒരു നിരീശ്വരവാദിയായി മാറി. ആ നിരീശ്വരവാദിയായിട്ട് മാറിയപ്പോൾ ഈ മകള് ഒരിക്കലും പുറകോട്ട് പോയില്ല, വിശ്വാസത്തിൽ പുറകോട്ട് പോയില്ല. ഭർത്താവ് നിരീശ്വരവാദിയാണ്, മക്കളും നിരീശ്വരവാദിയാണ്. അറിയപ്പെടുന്ന ഒരു നമ്മുടെ സഭ പഠിപ്പിക്കുന്ന ഒരു ഇതിൽ പെട്ട മനുഷ്യനും പയ്യനുമാണ്. ഈ അംബ്രോസ് പിതാവിനെ കാണാൻ ഈ മകൾ അവിടെ ചെന്നപ്പോൾ അംബ്രോസ് പിതാവ് ഈ മകൾക്ക് വേണ്ടി സന്ദേശം എടുത്തപ്പോൾ പറഞ്ഞു, നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നോ അത് നീ ചെയ്തുകൊണ്ടിരിക്കുക, അവൻ്റെ മാനസാന്തരം സംഭവിക്കും. നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്യുക. ഇതെന്താ? കണ്ണുനീരിൽ മുങ്ങിയ പ്രാർത്ഥനയാണ്. ഒരു നേരം പോലും സന്തോഷമില്ല, ആനന്ദമില്ല. പരിശുദ്ധ അമ്മയോട് കൂറുള്ളൊരു വ്യക്തിയായിരുന്നു ആരാണ് ആ വ്യക്തി? മോനിക്ക പുണ്യവതി. ഈ വചനം കേൾക്കാൻ വേണ്ടി എല്ലാ കൺവെൻഷൻ ഈ അംബ്രോസ് പിതാവ് പറയുന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിരിക്കുമായിരുന്നു. ആ വചനം കേട്ടു, പ്രാർത്ഥന തുടർന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ, അഗസ്തീനോസ് ഈ അംബ്രോസ് പിതാവിൻ്റെ ദേവാലയത്തിൽ വന്ന് ഒരു കസേരയും ഒരു ബെഞ്ചും ഇരുന്നു. ആ ബെഞ്ചാണ് ഈ പിതാവ് പറഞ്ഞ 4-ാം നൂറ്റാണ്ടിലുള്ള ബെഞ്ച്. ഇപ്പോഴും അവിടെ കാണാം. മറ്റെല്ലാ ബെഞ്ചുകളെക്കാളും വളരെ മോശമായ, വളരെ വികൃതമായ, ഒരു ഭംഗിയില്ലാത്ത ആ ബെഞ്ചിൽ പിതാവ് പറയാം, ഞാനതിൽ പോയിരുന്നു. കാരണം എന്താ? അതിലിരുന്നപ്പോഴാണ് അഗസ്തീനോസിനോട് പറഞ്ഞത്, നീ ബൈബിൾ എടുത്ത് വായിക്കുക. അവൻ ബൈബിൾ എടുത്ത് വായിച്ചു. കിട്ടിയതെന്താണെന്ന് വെച്ചാൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 11 തൊട്ടുള്ള വാക്യങ്ങളാണ്. അതിൽ ഇപ്രകാരം കുറിച്ച് വെച്ചിരിക്കുകയാണ്: ഇതാ രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു, ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം. പകലിന് നമ്മൾ മുഖ്യദൂതനായ മിഖായേലിന്റെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതിൽ പറയുന്നില്ലേ, ഇല്ലേ? ചൊല്ലുന്നുണ്ട്. ഈ എന്താ പറയാ, അന്ധകാരം നിറഞ്ഞ ഈ മേഘത്തിന്ന് പ്രകാശത്തിൻ്റെ തുടങ്ങി 2-ാമത്തെ 3-ാമത്തെ വരിയിലാണ്. എടുത്ത് വായിച്ചു നോക്കി. ഈ ലോകത്തിലെ ദുരാത്മാക്കളോടും. ഹല്ലേലൂയ. അപ്പൊ ദൈവം നൽകിയ ഒരു വ്യക്തിയാണ്, ദുരാത്മാക്കൾ യുദ്ധം ചെയ്യാൻ വേണ്ടി നമുക്ക് നൽകിയ വ്യക്തി ആരാണ്? മിഖായേലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പിതാവ് പറയാ, ഞാനതും ഇരുന്ന് ദൈവമേ, ഈ ബെഞ്ചാണല്ലോ
ഒരാളുടെ മാനസാന്തരത്തിന് കാരണം. ആരാണ്? അവനാണ് ദിവ്യകാരുണ്യത്തിൻ്റെ ഭക്തനായ, ദിവ്യകാരുണ്യം പ്രചരിപ്പിച്ച, ദിവ്യകാരുണ്യം വഴി ജീവിതത്തിൽ മാറ്റം സംഭവിച്ച അഗസ്തീനോസ് ഇരുന്ന ബെഞ്ചാണത്. അതിനെന്താ? നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ വേദനകളും നിങ്ങളെ തുടർന്നുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ കുടുംബത്തിൽ മാറ്റം സംഭവിക്കും. അവർ പറയാണ് അവന് മാനസാന്തരപ്പെടാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സമയം എത്തിയിട്ടില്ല എന്നവൻ പറയണേ. പക്ഷെ ആ ബെഞ്ചും ഇരുന്നപ്പോൾ ആ ബെഞ്ച് അവൻ്റെ മാനസാന്തരത്തിന് വഴി തെളിച്ചു. കാരണം അവനോട് പറഞ്ഞു, നീ എടുത്ത് വായിക്കുക, നാളെയല്ല ഇന്നെടുത്ത് വായിക്കുക. അവനെടുത്ത് വായിച്ചു. അവിടെ തന്നെ ഒരു ബൈബിൾ ഇരിപ്പുണ്ടായി. കാരണം കൺവെൻഷൻ ഈ അംബറോസ് പിതാവ് പ്രസംഗിക്കുന്ന വ്യക്തി കൂടിയായിരുന്നു, വചനം പങ്കുവയ്ക്കുന്ന വ്യക്തി കൂടിയായിരുന്നു, അനേകർ കൂടുന്നൊരു സ്ഥലമായിരുന്നു, വലിയ കൺവെൻഷൻ പന്തലായിരുന്നു. അതുകൊണ്ട് എടുത്ത് വായിച്ചു. അത് എപ്രകാരമായിരുന്നു? 13:11 പറയാണ്, റോമാക്കാർക്ക് എഴുതിയ ലേഖനം, ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. ഏറ്റവും കൂടുതൽ മദ്യം കഴിച്ചിരിക്കുന്നതും, ഏറ്റവും അമിത വേഴ്ച നടത്തിയിരിക്കുന്നതും, ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് നടത്തിയിരിക്കുന്ന ദിവസം എന്താണെന്ന് അറിയാമോ? ന്യൂ ഇയർ. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്ക്. ഈ എത്ര ഇന്ത്യയിലും കണ്ട് 1,22,44,356 കോണ്ടമാണ് 9:30 മുമ്പ് വിറ്റിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഡിസംബർ മാസം 2024 ഡിസംബർ മാസം 31-ാം തീയതി രാത്രി 9:30 മുൻപ് വിറ്റിരിക്കുന്ന കോണ്ടം, തെറ്റായിട്ടുള്ള ബന്ധത്തിന് ഉപയോഗിക്കുന്ന ഒരു വസ്തു വിറ്റിരിക്കുന്നത് 1,22,000. ആരെങ്കിലും കണ്ടവരുണ്ടോ? ആരും കണ്ടില്ല. നെറ്റിൽ കിടപ്പുണ്ട്. മാത്രമല്ല അതിനോട് സ്പ്രൈറ്റ്, അതുപോലെ തന്നെ മിക്സർ, അതുപോലെ തന്നെ എന്തൊക്കെയോ. പക്ഷേ എനിക്ക് ആ സാധനം മനസ്സിലായില്ല. ഏതെങ്കിലും പിള്ളേരെ കാണിച്ചു കൊടുത്താൽ അത് എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടായി. കാരണം ഈ സ്വിഗ്ഗിയും ഇവർ വിറ്റിരിക്കുന്ന സാധനങ്ങൾ ഓൺലൈൻ വഴിയായിട്ട് നമ്മുടെ വീടുകളിൽ കൊണ്ടുവന്ന് കൊടുക്കുക. ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾ തകരുന്ന എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ഓൺലൈൻ ബിസിനസ് വന്നതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ആരും അറിയാതെ ഈ വസ്തുക്കൾ വരും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ വചനം പറയാണ്, ഇതെന്താ? നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ. കാരണം ഈ കാലഘട്ടം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോ? കർത്താവിൻ്റെ വിധിയുടെ കാലഘട്ടം. വിധിയുടെ നന്മ ചെയ്തവർക്ക് ജീവൻ നൽകുന്ന എത്രയോ രോഗികൾ സൗഖ്യപ്പെടുന്നു. ക്യാൻസർ രോഗികൾ സന്തോഷത്തോടെ സൗഖ്യപ്പെട്ട സംഭവങ്ങൾ എത്രയോ ഞാൻ കാണുന്നു. എന്നോട് ഒരു കുടുംബം പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ കുടുംബത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം പങ്കുവച്ചു, അവരുടെ ഒരു മകൻ, ഏറ്റവും ഇളയവൻ, എല്ലാവരുടെയും സ്വത്ത് എഴുതിയെടുത്തു. എല്ലാവരുടെയും സ്വത്ത് അവർ ബോധപൂർവമല്ല, ഈ മുദ്രപത്രത്തിൽ ഒപ്പിടാൻ പറഞ്ഞു, ഒപ്പിട്ട് കൊടുത്തു. കാരണവന്മാർക്ക് വായിക്കാനോ എഴുതാനോ അറിയില്ല. ബ്ലാങ്ക് മുദ്രപത്രത്തിൽ എഴുതി വിടും. അവൻ എന്ത് ചെയ്തെന്ന് പറയുമോ? ഇവിടെ എല്ലാ സ്വത്തുക്കളും ഇതിൽ എഴുതിയിട്ട് ഇവൻ 2 പത്രം ഒരാളുടെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തിട്ട് അവൻ ലോക്കറിൽ കൊണ്ടുവച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൽ ഒരാൾക്ക് മനസ്സിലായി നമ്മൾ ചെയ്തത് ആണുങ്ങളല്ല പെണ്ണുങ്ങളെ ചെയ്ത് തെറ്റായിപ്പോയില്ലോ. അപ്പോൾ എന്ത് പറഞ്ഞു? അവരിവിടെ പ്രാർത്ഥിക്കാൻ വന്നു. അതിലൊരാൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരു രേഖ കാണിച്ചു തരാം. രേഖ. ഞാൻ പറഞ്ഞു, ഈ രേഖ എന്താ? അവർ പറഞ്ഞു, ഞങ്ങളുടെ അനിയൻ ഞങ്ങളുടെ എല്ലാ പെൺമക്കളുടെയും സ്വത്ത് എഴുതി മേടിച്ചു. വാഹനമുള്ളവരുടെ എല്ലാം ഒരു കീ അവിടുത്തുണ്ട്. അവനെ ബുദ്ധിമാൻ. 12 അപ്പോസ്തലന്മാരിൽ ഏറ്റവും കഴിവുള്ള വ്യക്തി, ഏറ്റവും സ്മാർട്ട് വ്യക്തി ആരായിരുന്നു എന്ന് പറയുമ്പോൾ യൂദാസ് ഇസ്കറിയോത്ത. അതുകൊണ്ട് അവൻ ആകാതിരുന്നു. കാരണം എന്താ? കർത്താവിന് കഴിവുള്ളവർ വേണ്ട. ഹല്ലേലൂയ. അവനായിരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്തേനെ. പക്ഷേ യൂദാസ് പറഞ്ഞു, നീ തക്ക സമയമാണ്, മുട്ടിച്ചോളം പറഞ്ഞു. അവൻ്റെ പണിസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നുകൊണ്ട് അതിൽ നിന്നെടുത്തു. അവനെക്കുറിച്ച് പഠിച്ചാൽ അവൻ തെറ്റായിട്ടുള്ള മേഖലയിൽപ്പെട്ടവനായിരുന്നു. ഇവരിവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അതിലൊരാൾക്ക് മാത്രം ഓർമ്മയില്ല. അയാളും ഓർമ്മയുണ്ടെങ്കിലാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ.
ഓർമ്മയില്ലാത്തവനോട് ഒപ്പിടിച്ച് എന്താ കുഴപ്പം? അവൻ ചെന്ന് ഇവനോട് പറയും. സ്നേഹമുള്ളവരെ, ഒരു കഴിഞ്ഞ ദിവസം ഞാൻ അതിവിടെ പോയപ്പോൾ അവർ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ കയറിയപ്പോൾ പറയാം, ഇവിടെ ഒരു വലിയ അത്ഭുതം നടന്നു ഫാദർ. ഞങ്ങൾ പോയിട്ട് ആ രേഖകളെല്ലാം തിരുത്തി എഴുതി. ഞങ്ങൾ ബോധപൂർവം ഇത് എഴുതുന്നു എന്ന് അടിയിൽ എഴുതി ഞങ്ങളെല്ലാവരും ഒപ്പിട്ട് കൊടുത്തു വെച്ചാൽ. എന്നിട്ട് അവർ പറയാം, പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് ഫാദർ, ഇല്ലെങ്കിൽ ഞങ്ങൾ പെരുവഴിയിലേക്ക് ഇറങ്ങിയേനെ. ഒരു വ്യക്തിയുടെ വക്രബുദ്ധി മൂലം എല്ലാവരും പെരുവഴിയിലേക്ക് എഴുതണേ. സാത്താൻ, അതുകൊണ്ടാണ് നമ്മൾ വചനത്തിൽ വെച്ചു, എന്താ, സാത്താനെ ദൈവം ചവിട്ടിത്താത്തി, അല്ലേ? സാത്താനെ ചവിട്ടിത്താത്തിയത് ദൈവമാണെങ്കിൽ അതിൻ്റെ മേൽ അധികാരം കൊടുത്തിരിക്കും ഭൂമിയിൽ ആർക്കാ? അമ്മയ്ക്ക്. അമ്മയുടെ നാമം ഉച്ചരിക്കുമ്പോൾ, അമ്മയുടെ നാമം പറയുമ്പോൾ വിറയ്ക്കുന്ന, അല്ലെങ്കിൽ പരിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പേര് പറയുമ്പോൾ വിറയ്ക്കുന്ന ആരാണെന്ന് അറിയുമോ? പിശാചാണ്. ഹല്ലേലൂയ. സാത്താൻ പരിശുദ്ധ അമ്മയുടെ കാലിൻ്റെ കീഴിലാണ്. എവിടെ കിടന്ന് ഒരു രൂപം കണ്ടോ? അമ്മയുടെ കീഴിൽ എന്താ? സർപ്പാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർപ്പത്തെ ആ പരിശുദ്ധ അമ്മ കാലുകൊണ്ട് ചവിട്ടിയിരിക്കുക. എന്നിട്ട് പിതാവ് ദൈവം പുത്രനോട് പറയാ, ഭൂമിയിൽ നോക്കാൻ പറ്റുന്ന ആരാണെന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ടാണ് സ്വർഗം അവൾക്ക് പേരിട്ടത് ദൈവമാതാവ്. അല്ലെങ്കിൽ സഭ ഇന്നും ഉപയോഗിക്കും തെയോത്തോക്കോസ്, ദൈവമാതാവ്. അല്ലെങ്കിൽ റോസ മിസ്റ്റിക് എന്ന മാതാവിൻ്റെ പേര് ഉപയോഗിക്കുന്നുണ്ട്. മിസ്റ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം മിസ്റ്ററി, ഈശോയുടെ ചരിത്രം. റോസ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ പേരാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് വരുന്നത് ഈശോയുടെ പേരാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ പിടിക്കേണ്ട ഒരു വ്യക്തി ആരാണെന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മയാണ്. വീട്ടിൽ എന്തെങ്കിലും കാര്യം ചെയ്ത് കിട്ടണമെങ്കിൽ പിള്ളേർ പിടിക്കുന്ന ആരെയാണെന്ന് അറിയുമോ? അപ്പനെ പിടിച്ച സംഘത്തെ പോലെ വരുന്നറിയാം. ചിലപ്പോൾ കരടിയെ പോലെ വരും. പക്ഷെ അമ്മയെ പിടിച്ചാലൊരു കാര്യമുണ്ട്, ഇത് ഉള്ളിൽ കിടന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ എത്ര ഭീകരനാണെങ്കിലും അമ്മ അത് ചെയ്തു കൊടുക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് അടുത്തത് വായിക്കി. ഇത് പറയാണ്, രാത്രി കഴിയാറായി. നമ്മൾ കാണുന്ന ഈ രാത്രി ഇപ്പം പകലാണ്. ഈ രാത്രിയും പകലും അല്ല, അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയുടെ മേൽ ദൈവം ഇടപെടാൻ സമയമായി എന്ന് പറഞ്ഞാൽ, പകല് സമീപിച്ചെന്ന് പറഞ്ഞാൽ വിധിയുടെ സമയം ആഗതമാണ് എന്ന് പറഞ്ഞാൽ, നന്മ ചെയ്തവർക്ക് സമ്മാനവും തിന്മ ചെയ്തവർക്ക് അല്ലേ. എനിക്ക് ഈ സങ്കീർത്തനം 29:4-5 എനിക്കിഷ്ടമാണ്. നിങ്ങൾ വായിച്ചത് മനസ്സിലാവില്ല. ഓക്കുമരത്തെ ചിറ്റി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അവിടെ, അല്ലേ? അതെന്താണെന്ന് അറിയുമോ? കർത്താവിന്റെ സ്വരം ദേവദാരുകളെ തകർക്കുന്നു. കർത്താവ് ലബനോനിലെ ദേവദാരുകളെ ഒടിച്ചു തകർക്കുന്നു. അവിടുന്ന് ലബനോനെ കാളക്കുട്ടിയെ പോലെ തുള്ളിക്കുന്നു, സിറിയോനെ കാട്ടുപോത്തിനെ പോലെയും. കർത്താവിന്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. അതിന്റെ മുകളിലല്ലേ, അല്ലെങ്കിൽ കർത്താവിന്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. ഓക്കുമരത്തെ ചുറ്റുന്നു, അല്ലേ? കർത്താവിന്റെ സ്വരം ജലരാശിക്ക് മീതെ മുഴങ്ങുന്നു, ജലസഞ്ചയങ്ങൾക്ക് മീതെ മഹത്വം. അതൊന്നും വായിക്കണ്ട, അത് മുകളിൽ വായിച്ചത്. ഓക്കുമരത്തെ ചുറ്റുന്നു. വായിച്ചിട്ട് കിട്ടിയോ എന്താണെന്ന്? ഇല്ല, നിങ്ങൾക്ക് കിട്ടില്ല. കാരണം എന്താ? ഓക്കുമരം എന്ന് പറഞ്ഞാൽ കൂടോത്രം മന്ത്രവാദം ചെയ്യുന്ന മരമാണ് ഓക്കുമരം. അതൊന്ന് വായിച്ചേ. കർത്താവിന്റെ സ്വരം ഓക്കുമരങ്ങളെ ചുഴറ്റുന്നു, അത് വനങ്ങളെ. അതായത് ഓക്കുമരത്തിന്റെ ചുവട്ടിലിരുന്ന് ആളുകൾ ഈ മന്ത്രവാദ കൂടോത്ര ആഭിചാര പ്രവൃത്തി ചെയ്യുമ്പോൾ ദൈവം പറയാണ്, ദൈവത്തിന്റെ സ്വരം കൊണ്ട് ഈ ഓക്കുമരത്തെ ചുരത്തും. എന്നിട്ട് അടുത്ത വാക്യം പറയാ, ഈ ഓക്കുമരത്തിൽ ആരാധിച്ചത് കൊണ്ട് ആ മലയിൽ വൃക്ഷങ്ങൾ ഉണ്ടാവില്ല, അല്ലേ? അത് വനങ്ങളെ വൃക്ഷരഹിതമാക്കുന്നു. ആ ഓക്കുമരം കാരണം ആ മലയിൽ മരങ്ങളില്ലാതാവുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ചെയ്യേണ്ടത്, ജീവിതത്തിൽ ചെയ്ത എല്ലാ മേഖലകളും തുറന്നു കുമ്പസാരിച്ച് ഒരു പ്രകാശത്തിൻ്റെ ഒരു പകലിൻ്റെ ജീവിതം തുടങ്ങിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് കള്ളം വന്ന് കയറും,
അത് മരണമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൊട്ടടുത്ത വചനം വായിക്കുക. ഇതല്ല ഓക്കുമാരല്ല, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10 വായിക്കും. 13:10. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചയിൽ. അതാ പറഞ്ഞ 1,22,346 കോണം വന്നെങ്കിൽ ഇതിലും കൂടുതൽ ആൾക്കാർ ഇതില്ലാതെയും ഈ ന്യൂ ഇയർ ആഘോഷിക്കും. ന്യൂ ഇയർ ആഘോഷിക്കാൻ പള്ളിയിലേക്ക് എല്ലാ ആളുകളും ഓടുന്നത് എങ്ങടാണെന്ന് അറിയുമോ? ബീച്ചിലേക്ക്. അല്ലേലിയ. എറണാകുളം സിറ്റി കമ്മീഷണർ ഈ ബീച്ചിലേക്ക് ചെന്നപ്പോൾ എല്ലാം നിർത്തവും നിന്നു. കാരണം എന്താ? നിങ്ങൾ ടി വിയിലൂടെ കണ്ടോ? ആരെങ്കിലും കണ്ടവരുണ്ടോ? സമയത്ത് എന്താ തുള്ളി ചാടാത്തെന്ന് ചോദിച്ചപ്പോൾ പിള്ളേർ പറയാ കമ്മീഷണർ വന്നിട്ടുണ്ട്. കമ്മീഷണർ പോട്ടെ, ഞങ്ങൾ ആടും, നൃത്തം ചെയ്യും. ഒരു 10-15 വയസ്സ് തൊട്ട് ഒരു 35-40 വയസ്സായ പിള്ളേരാണ് ഈ കിടന്ന് തുള്ളി ചാടുന്നത്. മരണങ്ങൾ സംഭവിക്കുന്നത് എത്രയാണ്? 50-ൻ്റെ താഴെയാണ് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം പിള്ളേർക്ക് ഇന്ന് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനല്ല തോന്നുന്നത്. പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരാം, പക്ഷെ ഒരു ബ്രേക്ക് ഡാൻസ് കളിക്കുന്ന പാട്ടായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മുടെ സാന്താക്ലോസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പിള്ളേരുണ്ടാവും. പള്ളിയിൽ വന്നവരെ ആരാധന നടത്താൻ പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല. സാന്താക്ലോസ് എന്ന് പറഞ്ഞാൽ നല്ലതാണ്, പക്ഷെ എന്താ, അത് കൊടുക്കുന്നൊരു സന്ദേശമാണ്. ആ സന്ദേശം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവിടെ പോയിട്ട് നൃത്താടുന്നതെല്ലാം വെറും വേസ്റ്റാണ്. അതൊരു സന്ദേശം ആ ക്രൈസ്തവന് കൊടുക്കാൻ പറ്റണം. സാന്താക്ലോസ് വന്നത് ജനനം, ഈശോയുടെ ജനനം വിളിച്ചറിയിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അവൻ ഈശോ ആണ് അല്ലല്ലോ, അവൻ പുൽക്കൂട്ടിലേക്കാണ് വിരൽ ചൂണ്ടിയത്. നമ്മുടെ സന്ദേശങ്ങളെല്ലാം അക്രൈസ്തവരെ എങ്ങോട്ട് വിളിച്ചു കൂട്ടണം? പള്ളിയിലേക്ക്, ധ്യാന കേന്ദ്രങ്ങളിലേക്ക്, തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ആകർഷിച്ചില്ലെങ്കിൽ നമ്മൾ നടത്തുന്നത് കൊണ്ട് ഗിന്നസ് ബുക്കിൽ വരും, പക്ഷേ സ്വർഗത്തിൽ വരുമെന്ന് പോയി നോക്കേണ്ടി വരും. അതെപ്പോഴാണ് അറിയാൻ പറ്റുന്നതെന്ന് അറിയാമോ? നമ്മളവിടെ ചെല്ലുമ്പോൾ അല്ലേ ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം, മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങണം. ഈ ലോകം നശിക്കാതിരിക്കാൻ വേണ്ടി 2 വ്യക്തികളാണ് അല്ലെങ്കിൽ 3 വ്യക്തികളാണ് മുന്നോട്ട് വന്നത്. ഒന്ന് യോസേപ്പ് പിതാവ്. അവൻ അമ്മയെ സ്വീകരിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് ഈ പുത്രനെ ലോകത്തിന് കൊടുക്കാൻ സാധിക്കും. 2ാമത് പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് പിശാച് യോസേപ്പ് എന്ന പേര് കേട്ടാൽ ഓടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അവൻ ദൈവത്തിൻ്റെ അല്ലപ്പാട് കേൾക്കുന്നവൻ, സ്വപ്നം കാണുന്നവനായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ 2 കാര്യങ്ങളാണ് ലോകത്തെ പഠിപ്പിച്ചത്. ഒന്ന് ഏതാണെന്നറിയാമോ? കിടന്നുറങ്ങുന്ന യോസേപ്പ് പിതാവ്. നാളുകൾ കിടന്നുറങ്ങാൻ വേണ്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. യോസേപ്പ് പിതാവ് ഇത്രയും ടെൻഷനുണ്ടായി. കാരണം കേട്ടതെന്താ? തൻ്റെ ഭാര്യ ഗർഭിണിയാണ്. ഒരു കുഴപ്പമില്ല, കിടന്നുറങ്ങി. ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തും പോയില്ല, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തും പോയില്ല, ഒരു മെഡിക്കൽ ഷോപ്പിലും പോയില്ല, ഒരു മെഡിക്കൽ ഡോക്ടറെ കാണാനും പോയില്ല. ഉറക്കം കിട്ടാൻ വേണ്ടി ഇല്ല, അവൻ കിടന്നപ്പോൾ എന്തുണ്ടായി? സന്ദേശം കിട്ടി. ഇന്ന് പിള്ളേർക്ക് സന്ദേശം കിട്ടുന്നുണ്ട്, പലതും കിട്ടുന്നു, പക്ഷേ ആ സന്ദേശത്തെക്കുറിച്ചല്ല പറഞ്ഞത്. അതുകൊണ്ട് യോസേപ്പ് പിതാവിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ പരിചയപ്പെടുത്താനും കുർബാനയിൽ യോസേപ്പിൻ്റെ പേരെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് ആഗോള സഭയോട് പറയാനുള്ള കാരണം അവൻ ഈ കാലഘട്ടത്തിൻ്റെ നീതിമാനാണ്. ഹല്ലേലൂയ. 2ാമത് പരിശുദ്ധ അമ്മയാണ്. അവളുടെ പേര് പറഞ്ഞാലും സാത്താന് പേടിയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ 2ാമത് ലോകത്തിന് കൊടുത്ത ഒരു വ്യക്തി ആരാണെന്ന് വെച്ചാൽ കെട്ടുകളഴിക്കുന്ന പരിശുദ്ധ അമ്മ. എന്നിട്ട് പ്രകാരം പറഞ്ഞത്, കുടുംബത്തിൽ അഴിയാത്ത വിധത്തിൽ ഓരോ കുടുക്കുകളായിട്ട് കിടക്കുന്ന സങ്കീർണങ്ങളായ പ്രശ്നങ്ങളെ അഴിക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ, അല്ലേ? 3ാമത് ഈശോ മിശിഹായെക്കുറിച്ച് പറയുന്നത് എന്താ? ഈശോയുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഇപ്രകാരമാണ്, അവൻ്റെ വചനം പറഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം എന്താ? അത് ജീവനാണ്. അവൻ്റെ വചനം പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ഈ സാന്താക്ലോസിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു വചന പ്രഘോഷണമായിട്ട് മാറണം. നമ്മുടെ ഇടവക തിരുനാളുകൾ എന്താണ്? ഈ ഇടവക തിരുനാളുടെ പ്രദർശനങ്ങൾ ഒരു വചന പ്രഘോഷണമായിട്ട് വരണം. അതിന് കേരളത്തിലെ
ഒരു പിതാവ് പറഞ്ഞു, എന്താ പറയുക, ശിങ്കാരിമേളം നടത്തണം. ചേച്ചി ചിരിക്കും. കാരണം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ശിങ്കാരിമേളത്തിൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ആളാണ്. കാരണം ആണുങ്ങളല്ല തുള്ളുന്നത്, അല്ല ആണുങ്ങളല്ല കൊട്ടുന്നത്, പെണ്ണുങ്ങളാണ് കൊട്ടുന്നത്. അല്ലരിയ. അപ്പോൾ ആണുങ്ങൾ ശിങ്കാരിമേള ആണെങ്കിൽ അവിടെ പെണ്ണുങ്ങളുണ്ടാവും, പെണ്ണുങ്ങൾ ശിങ്കാരിമേള ആണെങ്കിൽ അവിടെ ആണുങ്ങളും. അതുകൊണ്ട് നെയ്യാറ്റിങ്കര രൂപതയുടെ വിൻസെൻ്റ് സാമുവേൽ പിതാവ് പറഞ്ഞു, എൻ്റെ രൂപതയിൽ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഈ സുനാമി കഴിഞ്ഞിട്ട് പറഞ്ഞ പ്രകാരമാണ്, സുനാമി ഇല്ല, പകർച്ചവ്യാധി കഴിഞ്ഞിട്ട് ഇടവകളിൽ ബാൻഡ് സെറ്റ് ഉപയോഗിക്കാം, ഭക്തിഗാനം മാത്രം. കാരണം ഇതൊരു വചന പ്രഘോഷണമാണ്. ആരെങ്കിലും വായിച്ചവരുണ്ടോ? ലേഖനം വായിച്ചവരുണ്ടോ? കയ്യൊന്നും എഴുത്ത് ഉണ്ടോ? വചന പ്രഘോഷണമാണ്. ശിങ്കാരി പാടില്ല, ചെണ്ട പാടില്ല, പിന്നെന്താ മദ്ദളം പാടില്ല, മൃദംഗം പാടില്ല, അല്ലെങ്കിൽ സിനിമപ്പാട്ട് പാടില്ല. ഇതൊരു വചന പ്രഘോഷണമാണ്. നമ്മളൊരു പ്രദർശനം നടത്തുന്നതിലൂടെ അനേകരെ എങ്ങോട്ട് ആകർഷിക്കണം? ഈശോയിലേക്ക് ആകർഷിക്കണം. ഇല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നവർക്കെല്ലാം പ്രതിഫലം കിട്ടുമോ കിട്ടില്ലെന്ന് എന്നറിയാം. അവിടെ ചെല്ലുമറിയാം, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ദ്വിതീയ ആഗമനത്തിൽ അറിയാം. നമ്മൾ ജീവിക്കുന്ന എന്തിനാണെന്നറിയാമോ? അച്ഛന്മാരും ഉടുപ്പിട്ടും സിസ്റ്റർമാരും ഉടുപ്പിട്ടും നടക്കുന്ന എന്തിനാ? ഇത് ഈശോയുടെ അച്ഛനാണ്, അല്ലെങ്കിൽ ഈശോയുടെ സിസ്റ്റാണ്. നിങ്ങളെന്തിനു വേണ്ടിയാ ഒരു ആദ്യകാലത്ത് പള്ളിയിൽ പോകുമ്പോൾ വെള്ള ഇട്ടിട്ടാണ് പോകുന്നത്? കാരണം എന്താ? നമ്മളൊരു ക്രൈസ്തവരാണ്. ഇന്ന് ഏതായാലും വെള്ളയിട്ടില്ലെങ്കിൽ സാരിയും ചുരിദാറൊക്കെ ഇട്ടോ, പക്ഷേ ഈ പാൻസ് ഇട്ടിട്ട് പള്ളിയിൽ പോകരുത്, കൈയില്ലാത്ത ബ്ലൗസ് ഇട്ടിട്ട് പള്ളിയിൽ പോകരുത്, നെറ്റ് പോലത്തുള്ള സാധനം ഇട്ടിട്ട് പള്ളിയിൽ പോകരുത്. കാരണം എന്താ? ഈശോ പറഞ്ഞു, മറ്റുള്ളവർക്ക് ഉതപ്പിന് കാരണമാകുന്നെങ്കിൽ കഴുത്തിൽ തിരികളിൽ കെട്ടി കടലിൻ്റെ ആഴത്തിലേക്ക് പോകണം. ഈ വചനം നമ്മുടെ വീട്ടിൽ എഴുതി വയ്ക്കുന്നതല്ല, പിള്ളേർ വായിക്കണം. അല്ലിരിക്കാം. എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു റോമിൽ പോകണം, മാർപ്പാപ്പയൊന്ന് കാണണം, അതുപോലെ തന്നെ അസീസിയിലെ ഫ്രാൻസിസിൻ്റെ ഖബറിടത്തിലൊന്ന് പ്രാർത്ഥിക്കണം. ഏറ്റവും ശാന്തമായ, ഏറ്റവും മനോഹരമായ, ഏറ്റവും നിശ്ചലമായ സ്ഥലം ഫ്രാൻസിസിൻ്റെ ഖബറിട. പ്രകൃതി പോലും മനോഹാരിതയാണ്. ഞാൻ എൻ്റെ ചേട്ടനച്ഛൻ എന്നെ കൊണ്ടുവന്ന് ഞങ്ങൾ ചെല്ലുന്നു. ഞങ്ങൾ കപ്പൂച്ചൻ ഒരു ഫാദർ ഞങ്ങളുടെ കൂടെയുണ്ട്, കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ. 2 പിള്ളേർ ഈ സാധനം ഇട്ടിട്ട് കയറി വന്നു, മുട്ടിൻ്റെ മുകളിലുള്ളത്. അപ്പം അപ്പനും പിള്ളേരെല്ലാം ഇതിട്ടിട്ടാണല്ലോ വീട്ടിലിരിക്കുന്നത്. ചേട്ടനോട് പറഞ്ഞു കൃത്യമായിട്ടിരിക്കണം, പിള്ളേർ കാണാത്ത വിധത്തിലിരിക്കണം എന്ന് പറഞ്ഞു. കാരണം എന്താ? പഴയ നിയമത്തിൽ ചില കാര്യം ചോദിക്കുന്നുണ്ട്. പഴയ നിയമം വിശ്വസിക്കാമോ എന്ന് ചോദിക്കുന്ന മക്കളുണ്ട്, അല്ലേ? ഉണ്ടോ? വരും കാലങ്ങളിൽ ചോദിക്കും, അടുത്ത തലമുറ ചോദിക്കും, ഈ ഇതിട്ട് മക്കളുടെ മക്കൾ അവിടെ ഇല്ലേന്ന് ചോദിക്കും, അല്ലേ? കാരണം എന്താ? പഴയ നിയമത്തിൽ അത് അന്നത്തെ കാലത്ത് ഉണ്ടായ സംഭവമാണ്, മക്കളെ ജനിപ്പിക്കാനായിരുന്നു. ഇന്നത് പാപമാണ്, ഗൗരവമായ പാപമാണ്. എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ബൈബിൾ വിശ്വസിക്കാൻ. എവിടെ ഒരു അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എന്താ പഞ്ചഗ്രന്ഥി എന്ന് പറയുന്നത് അത് വിശ്വാസ സത്യങ്ങളാണ്. ഇസ്രായേലിൻ്റെ ഹൃദയമാണ് പഞ്ചഗ്രന്ഥി. അതിൽ ചില തെറ്റുകളുണ്ട്. ഒരു രൂപതയിൽ ഡ്രസ് കോഡ് വന്നിട്ടുണ്ട്. ഇനി താമരശ്ശേരി രൂപതയിലെ പിതാവ് പറയാറുണ്ട്, മക്കളെ ഞായറാഴ്ച ദിവസം വരെ വെള്ളയിട്ട് വരണം. കാരണം എന്താണോ? വെള്ളയ്ക്ക് പരിശുദ്ധിയുടെ അല്ലേരിക്കാം. സ്നേഹമുള്ളവർ, ഇത്രയും വചനം പറഞ്ഞു. അതുകൊണ്ട് 3 വ്യക്തികളെ ഫ്രാൻസിസ് മാർപ്പാപ്പ പരിചയപ്പെടുത്തി. 1, കിടന്നുറങ്ങുന്ന അവസ്ഥയിൽ പിതാവ്. കാരണം അനേകം പ്രശ്നങ്ങളിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പോയപ്പോൾ ഈ അവസ്ഥയിൽ പിതാവിൽ ആശ്രയിച്ചു. എന്തുണ്ടായിന്നറിയാമോ? അതിലെല്ലാം വിജയമുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയേണ്ട ആരാണെന്ന് വെച്ചാൽ ആരായിരിക്കണം? അസിസിയിലെ ഫ്രാൻസിസ് അറിയണം. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും പറയുന്നത് ഈ അവസ്ഥയിൽ പിതാവിനെ കുറിച്ചാണ്. വീണ്ടും പറയുന്നത് ആരെക്കുറിച്ചാണെന്നാൽ കെട്ടുകളഴിക്കുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ്. അമ്മയെ എന്ന് മാത്രമല്ല, കെട്ടുകളഴിക്കുന്ന അതിനൊരു ചരിത്രമുണ്ട്. മാർപ്പാപ്പ ഒരു പ്രൊവിൻഷ്യാള് ജസ്യൂട്ട് ചില നിർബന്ധങ്ങൾ പറഞ്ഞപ്പോൾ അവരെ അവിടുന്ന് പുറത്താക്കിയെന്ന് മാത്രമല്ല, ആ ദേശത്തുനിന്ന് പുറത്താക്കി.
ആ ദേശത്തുനിന്ന് പുറത്താക്കിയിട്ട് പിന്നീട് പ്രാർത്ഥിച്ച് ഈ കെട്ടുകൾ ജർമ്മനിയിലെ ഈ കെട്ടുകളഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥനയുടെ അടുത്ത് മാർപ്പാപ്പയുടെ ഹിസ്റ്ററിയിൽ നിന്നുണ്ട് ജീവിച്ചത്. അവിടെ നിന്ന് പ്രാർത്ഥിച്ചാണ് പിന്നീട് സഭയുടെ തലവനായിട്ട് പടിപടിയായിട്ട് ഉയരുന്നത്. കാരണം എന്താ, നമ്മുടെ കുടുംബത്തിൽ അടഞ്ഞു കിടക്കുന്ന ഈരാമുട്ടുകളായി കിടക്കുന്ന ഊരാക്കുട്ടുക്കളായിട്ട് കിടന്ന സങ്കീർണങ്ങളായി പ്രശ്നങ്ങളെ അവൾ അഴിച്ചു തരുന്നവളാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ പിരിയാൻ പോവുക. അവർ ഒരു അച്ഛൻ്റെ അടുത്ത് അഭയം തേടി. അച്ഛൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അവർ താലി കെട്ടാൻ ഒരു വള്ളി ഉപയോഗിക്കുമല്ലോ, ആ താലി കെട്ടിയ വള്ളി എടുത്തിട്ട് പരിശുദ്ധ അമ്മയുടെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു. കാരണം എന്താ, ഇവർ പിരിയില്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പള്ളിയിൽ അച്ഛന്മാരുടെ അടുത്ത് പിരിയാൻ വേണ്ടിയല്ല വരുന്നത്, കൂടാൻ വേണ്ടി വരുന്നത്. എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ചേട്ടൻ പറഞ്ഞു, ഒരു ചേച്ചി പറഞ്ഞു, ഇന്ന് ഇവിടെ വെച്ച് പിരിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് പിരിയുന്ന സ്ഥലമല്ല, ഇത് ചേർക്കുന്ന സ്ഥലം. ഹല്ലേലൂയ. ഈ പുരോഹിതൻ അവർക്ക് വേണ്ടി കുർബാന ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ ആ കുടുംബത്തിൽ നിന്ന് ഭിന്നത മാറി. അവരൊന്നിച്ച് ചേർന്ന് ജീവിതം നയിച്ചു. അവരുടെ ചെറുമകൻ ഒരു വൈദികനായി. ആ വൈദികനായപ്പോൾ അവൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് അറിയുന്നത്, എൻ്റെ അപ്പൻ്റെ അമ്മയും അപ്പനും പിരിയാൻ പോയി. അവരെ യോജിപ്പിച്ചത് കൊണ്ടാണ് ഞാനൊരു വൈദികനായിട്ട് മാറിയത്. അതുകൊണ്ടാണ് അവൻ അതിനെക്കുറിച്ച് പഠിക്കാൻ വൈദികൻ അങ്ങനെ ഒരു നവനാളുണ്ടാക്കി. ആ നവനാളാണ് കെട്ടുകളഴിക്കുന്ന നവനാൾ, 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവനാൾ. മറ്റൊരു വ്യക്തിയെക്കുറിച്ച് മാർപ്പാപ്പ പറയുന്നത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിക്കണം. ആരുടെ അടുത്ത് പ്രഘോഷിക്കണം? ക്രിസ്ത്യാനിയുടെ അടുത്ത് മാത്രമല്ല, അക്രൈസ്തവരുടെ അടുത്തും പ്രഘോഷിക്കണം. കാരണം എന്താ, ഞാൻ ഇത്രയും വചനങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ വചനം വായിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, കേട്ടിട്ടില്ലുള്ളൂ. കേട്ടപ്പോൾ നിങ്ങൾക്ക് സൗഖ്യം കിട്ടിയെങ്കിൽ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യം കിട്ടിയെങ്കിൽ, നിങ്ങൾ വായിച്ചാൽ എത്രയോ സൗഖ്യം കിട്ടുമോ? ഇത് അക്രൈസ്തവർക്ക് കൊടുത്തില്ലെങ്കിൽ, അവരിത് കിട്ടാതെ മരിച്ചാൽ അതിൻ്റെ വില ആരോട് ചോദിക്കുന്ന അറിയുമോ? നമ്മളോട് ചോദിക്കും. ഔസേപ്പച്ചനും ഔസേപ്പഞ്ഞ് അമ്മ ത്രേസയൊക്കെ എല്ലാം മരിച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ എന്തുണ്ടാവും? നമ്മുടെ പെൻഡ്രൈവ് അങ്ങോട്ട് എടുത്തിടും. കുറച്ച് കാണുമ്പോഴേക്കും പറയും ഇനി ഒന്നും വേണ്ട. വചനം കൊടുത്താൽ നമുക്കവിടെ അഭിഷേകം, നമുക്കവിടെ സ്ഥാനം ഉണ്ടാവും. നിങ്ങൾ ഇതവിടുത്തെ ശാലോമിൽ അവസാനത്തെ ഭാഗത്ത് നിങ്ങൾ കേട്ടിട്ടുള്ള മനുഷ്യനാണ് ഔസേപ്പച്ചൻ പുതുമന. കേട്ടിട്ടുണ്ടോ? ആ മനുഷ്യൻ ബാർ നടത്തുന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ പറഞ്ഞ പ്രകാരമാണ്, എന്തൊരു സംഭവമായിട്ടായിട്ട് ധ്യാനം കൂടാൻ പോയി. ധ്യാനം കൂടെ ഇപ്പോൾ ചേച്ചി അച്ഛൻ തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കൊച്ചു ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് വായിച്ചത് മനസ്സിലേക്ക് പൊങ്ങി വന്നു. ഞാൻ ഇരുന്ന് 2 പ്രാവശ്യം വായിച്ചു. എന്താണെന്നറിയുമോ? അതൊരു അച്ഛൻ ഈ മനുഷ്യൻ ധ്യാനം കൂടാൻ ചെന്നപ്പോൾ അവനോട് പറഞ്ഞു ബിസിനസ് നിർത്തണം എന്ന് പറഞ്ഞു. 2 കൈയും തലയിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ ഇവന് ആത്മാവിനെ കൊടുക്കണമേ, ഇവൻ്റെ ബിസിനസ് നിർത്തണമേ. എന്നിട്ട് പിറ്റേ ദിവസം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 5 മണിക്ക് എഴുന്നേറ്റ് നീ പള്ളി പോയി പ്രാർത്ഥിക്കുക, നിന്നോട് കർത്താവ് സംസാരിക്കുമെന്ന് പറഞ്ഞു. പുതുമന ഔസേപ്പച്ചൻ ബിസിനസ് നിർത്താൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ? കിടന്നുറങ്ങി. എന്തുണ്ടായി? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? വായിച്ചെന്താ? റാഡോ വാച്ച് നിന്നുപോയി. ലക്ഷങ്ങൾ വില വരുന്ന റാഡോ വാച്ച് 5 മണിക്ക് നിന്നുപോയി. ഈ മനുഷ്യൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ പള്ളി പോകാൻ പറ്റിയില്ല. ഇങ്ങനെ എന്നാലും കുഴപ്പമില്ലാന്ന് വെച്ചിരിക്കുമ്പോഴാണ് വാച്ചിലേക്ക് നോക്കുമ്പോൾ വാച്ച് നിന്നു. ഇവൻ പള്ളി പോയി. ഇവൻ എന്തോ പറഞ്ഞു, ഞാൻ പോകാമെന്ന് പറഞ്ഞു, വാച്ച് ചലിക്കാൻ തുടങ്ങി. എന്നിട്ട് മനുഷ്യൻ പറഞ്ഞത്, ഒരു വൈദികൻ തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ചാൽ അത് അനുഗ്രഹം. ആ മനുഷ്യൻ പറഞ്ഞു ബാർ പൂട്ടി. ആ മനുഷ്യൻ പ്രകാരം പറഞ്ഞത്, ഇന്ന് ഏറ്റവും സന്തോഷം അനുഭവിക്കുന്ന വ്യക്തി ഞാനാണ്. കാരണം എന്താ? ആത്മാവ് അവനെ ഏറ്റെടുത്തു. നിങ്ങളുടെ ഇടവകയിലിരിക്കുന്ന അച്ഛൻ്റെ അടുത്ത് കൊണ്ട് പിള്ളേരുടെ കയ്യിൽ തലവെച്ച് പ്രാർത്ഥിച്ചോ, രക്ഷപ്പെടും. അച്ഛൻ ഏത് മേഖലയിൽപ്പെട്ടവനായാലും കുഴപ്പമില്ല, പക്ഷെ അവന് കൊടുത്തിരിക്കുന്ന ഒരു അധികാരം പ്രാർത്ഥിക്കാനുള്ള അധികാരം. അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള അധികാരം. വേറെ കാര്യങ്ങൾക്ക് കൂട്ടുകേടണ്ട. അല്ലെങ്കിൽ അങ്ങനെ കൂടുന്നുണ്ടാവില്ല. പക്ഷെ പറഞ്ഞതാണ് അല്ലെങ്കിൽ ഒരു പയ്യ ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ ഇവിടെ പറയുന്നു അവിടെ കെട്ടിറക്കി പോകരുത്, അല്ലെങ്കിൽ അവിടെ നാളെ എന്താ ഈ ഭക്ഷണം കഴിക്കുക, എന്താ നേരത്തെയല്ല അന്നദാനത്തിന് പോകുന്നത്.
അപ്പോൾ പറയാം ചിലവർ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്ന അച്ഛന്മാരുണ്ട്, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള അച്ഛന്മാരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. കാരണം എന്താ, ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ബോധ്യം കിട്ടണം. എനിക്ക് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ആരാണെന്ന് അറിയുമോ? എൻ്റെ ഈ കൈ ഒടിഞ്ഞ് എടുക്കുമ്പോഴും എനിക്ക് വേണ്ടി ദിവ്യകാരനെ എടുത്ത് വെച്ച് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയുണ്ട്. ഒരിക്കലും കഞ്ചക്കോട് റാണി ചേച്ചി. അനേകം വൈദികർക്ക് നിങ്ങൾ പ്രാർത്ഥിക്കാൻ. കാരണം എൻ്റെ കൈ ഒടിഞ്ഞത് എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ മോൻ അച്ഛൻ അവിടെ വന്ന് നിന്ന് ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ പറയണേ, കൈ ഒടിഞ്ഞ തോട്ടക്കര ഫ്രാൻസിസ് എൻ്റെ കൈ ഉയർത്തണമേന്ന്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്നെ വിളിക്കുന്നത്, നിനക്കെന്ത്? ഞാൻ കഴിഞ്ഞ കൈ ഒടിഞ്ഞെടുക്കുക കേട്ടോ. ആ മകളുടെ നിരന്തരമായ പ്രാർത്ഥന, അല്ലെങ്കിൽ നിരന്തരമായ പ്രാർത്ഥന വഴിയായിട്ട് എൻ്റെ കൈ ഒരിക്കലും കൂടി ചേരില്ല എന്ന് പറഞ്ഞ കൈയാണ്. അനേകർ ഒരു ചേച്ചി പറഞ്ഞ എങ്ങനെയാണ്, അച്ഛാ ആദ്യത്തെ ജപമാല അച്ഛന് വേണ്ടിയായിരുന്നു. ആദ്യത്തെ ജപമാല അച്ഛൻ്റെ സോയില എന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ ജപമാല അച്ഛന് വേണ്ടിയായിരുന്നു. അങ്ങനെ അനേകർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സഭയിൽ ബന്ധക്കുസ്തി ഉണ്ടാവോ? ഉണ്ടാകണം. അല്ലേലിയ. ഞങ്ങൾ പരീക്ഷ കഴിയുമ്പോൾ, ഞാൻ ചീട്ടുകളെ കുറിച്ച് പറഞ്ഞതിൻ്റെ കാരണം, പള്ളികളിൽ ചീട്ട് കളിക്കുന്ന അച്ഛന്മാരുണ്ട്, ഇല്ല എന്നും പറയുന്നില്ല, ആളുകളുണ്ട്. പരീക്ഷ കഴിയുമ്പോൾ ഞങ്ങൾക്ക് ടെൻഷൻ റിലീസ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഇന്ന് പരീക്ഷയാണ്, നാളെയും പരീക്ഷയാണ്. അപ്പോൾ പഠിച്ചതെല്ലാം റിലീസ് ചെയ്ത് അടുത്ത് പഠിക്കാൻ പറ്റുള്ളൂ. എല്ലാ ദിവസവും പരീക്ഷ സെമിനാരിൽ അല്ലേരിയ. ഇനിയൊരു സെമിനാരി പഠനം ഉണ്ടെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, അത്രമാത്രം പരീക്ഷ എഴുതുന്നതിന്. ഇനി ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഞങ്ങൾ വെറുതെ ചീട്ട് കളിക്കും. എന്തുവാ സാധനം? അപ്പോൾ റാണി ചേച്ചി പറഞ്ഞു, നിർത്തച്ഛ, ആത്മാവ് പറയുന്നു അത് ഉപേക്ഷിക്കാൻ. പാവാണോ? എന്നെക്കുറിച്ച് ആ ചേച്ചിക്ക് ഒന്നും അറിയില്ല. ചമ്മാച്ചനോട് പറയുന്നു, ഈ പരീക്ഷ കഴിഞ്ഞിട്ട് ടെൻഷൻ റിലീസാവാനുള്ള ആ ചീട്ടുകളി ഉപേക്ഷിക്കുക. അച്ഛനെ പരിശുദ്ധ ആത്മാവ് എന്നറിയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അനുസരിച്ചു. എന്നുണ്ടായി എന്നിലേക്ക് നമ്മളെല്ലാം ചെയ്യുന്നത് എന്താ, ഈ ബീച്ചിലേക്ക് പോകുന്നതും ഈ ക്ലബിലേക്ക് പോകുന്നതും ഈ സിനിമ കാണാൻ പോകുന്നതും ഈ TV കാണാൻ പോകുന്നതും എന്താണ്? സന്തോഷം ഇല്ലാത്തതുകൊണ്ടാണ്. സന്തോഷം നൽകുന്നത് എവിടെയാ? പള്ളിയിലാണ്. പള്ളിയിലേക്ക് ഓടി കയറണ്ടേ. അവിടെ ആരുണ്ട്? അച്ഛനും ഉണ്ട്, ഈശോ ഉണ്ട്. കൂടുതൽ സമയം ചിലപ്പോൾ ഈശോ തന്നെയായിരിക്കും പള്ളിയിൽ. കച്ചമില്ല യാത്രയ്ക്ക് പോവുകയോ ഈശോ തന്നെയാണ്. ഈശോയ്ക്ക് കൂട്ടിരിക്കാൻ ആരുമില്ല. അതുകൊണ്ട് പീറ്റർ റെഡി എന്ന് പറഞ്ഞ കൊച്ചു പയ്യനെ കർത്താവ് കൊച്ചു ചെറുപ്പത്തിൽ ഉയർത്തി അവൻ ദിവ്യഗാനത്തിൻ്റെ ഒരു വിശുദ്ധനായിട്ട് മാറി. അവൻ എല്ലാ ദിവസവും സ്കൂളിൽ ഇൻ്റർവൽ ടൈമിൽ ഏത് ഇൻ്റർവൽ എന്നെങ്കിൽ ഓടും. ടീച്ചർമാർ പോയി നോക്കി ഇവൻ്റെ പരിപാടി എന്താണെന്ന് നോക്കി, ഇവൻ എങ്ങടെ ഓടുന്നത്. അപ്പോൾ ഇവൻ പോയിട്ട് ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കും. ഈശോയോട് പറഞ്ഞു, നീ വലിയ മണ്ടനല്ലേ? ഈശോ പറഞ്ഞു, ഞാൻ ജനത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇവിടെ കയറിയിരിക്കുന്നത്. കുരിശ് അയ്യോ ഈശോയെ, നീ ആ മണ്ടൻ. ആളുകളൊന്നുകൂടെ വരില്ല ഈശോയെ. ആ കൊച്ചു വൈരല്ലെന്നല്ലേ, ആളുകളൊന്നും ഇവിടെ വരില്ല ഈശോയെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ ചോദിച്ചു, നിനക്കിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അവനിരുന്നു. അവനെന്തായി? ഒരു വൈദികനായി, ഒരു വിശുദ്ധനായി മാറി. എഴുന്നേക്ക്. അത് തുടർന്ന് വരുന്നപ്പോഴാണ് ഈശോ പരിശുദ്ധം പറയാം, ഞാൻ നിൻ്റെ സകല കാര്യങ്ങളും എന്നെ ഏൽപ്പിക്കാം, ഞാൻ ഇടപെടും. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ഉയർത്ത്. നിങ്ങൾ പ്രാർത്ഥിക്കാതെ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടില്ല. ശുശ്രൂഷ കൂടിയാൽ മാത്രം പോരാ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിട്ട് മാറും. നിങ്ങൾ വചനം വായിക്കുന്ന വ്യക്തികൾ. ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയർത്തി ഒന്ന് വിളിക്കട്ടെ, അവൻ്റെ നാമത്തെ വിളിക്കട്ടെ. സ്വരമുയർത്തി ശ്രദ്ധിക്കട്ടെ, സ്വരമുയർത്തി ശ്രദ്ധിക്കട്ടെ. ഭാഷാവരത്തെ ശ്രദ്ധിക്കട്ടെ, ഭാഷാവരത്തെ ശ്രദ്ധിക്കട്ടെ, ഭാഷാവരത്തെ ശ്രദ്ധിക്കട്ടെ, മറുഭാഷാവരത്തെ ശ്രദ്ധിക്കട്ടെ, ഭാഷാവരത്തെ ശ്രദ്ധിക്കട്ടെ. ഭാഷാവരമില്ലാത്തവര് ഭാഷാവരത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഭാഷാപരമില്ലാത്തവർ ഭാഷാപരത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കട്ടെ. നാവിനെ ഫ്രീ ആയിട്ട് വിടട്ടെ. പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. പരിശുദ്ധാത്മാവ് ഒന്ന് നിറയട്ടെ. പരിശുദ്ധാത്മാവ് ഒന്ന് നിറയട്ടെ. വരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കും. ഭാഷാപരം, ദർശനപരം, വ്യാഖ്യാനപരം, രോഗശാന്തിപരം, അത്ഭുത സിദ്ധി വരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ എൻ്റെ വീട്ടിൽ രൂപങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ എനിക്ക് തരണമേ കർത്താവേ. എൻ്റെ മക്കൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി, വൈദിക ശ്രേഷ്ഠന്മാർക്ക് വേണ്ടി, സന്യാസികൾക്ക് വേണ്ടി, വൈദിക വിദ്യാർത്ഥികൾ ഉണ്ടാകുന്നതിന് വേണ്ടി, സന്യാസ വിദ്യാർത്ഥികൾ ഉണ്ടാകുന്നതിന് വേണ്ടി, ഒരു പുതിയ അന്തക്കുസ്തയ്ക്ക് വേണ്ടി, ഓ യേശുവേ, എന്നെ നീ